ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇത് ഞാൻ 21 ദിവസത്തിന് മുമ്പേ 1 കിലോ മുന്തിരിങ്ങായും 1/2 കിലോ പഞ്ചസാരയും കൂടെ ഒന്നിച്ച് ഇട്ടതാണ്. നമ്മൾ വൈൻ ഇടുന്ന പോലെ തന്നെ 1 കിലോ മുന്തിരിങ്ങ എടുത്തിട്ട് പിന്നെ അത് 1/2 കിലോ പഞ്ചസാരയും കൂടി എടുത്തിട്ട് കുറച്ച് മുന്തിരിങ്ങ ഇടുക, പിന്നെ പഞ്ചസാര ഇടുക, പിന്നെ മുന്തിരിങ്ങ ഇട്ടു, പിന്നെ പഞ്ചസാര ഇട്ടു. അങ്ങനെ ഈ ജാറിൻ്റെ അകത്ത് അത് മാത്രം, വേറെ വെള്ളമൊന്നുമില്ല, വേറെ അതിൻ്റെ അകത്ത് യാതൊരു സാധനങ്ങളും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ, മുന്തിരിങ്ങായും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് നമ്മുടെ വലിയവർക്ക് മാത്രമല്ല, കൊച്ചു പിള്ളേർക്കും പിന്നെ പിള്ളേർക്കെല്ലാം കഴിക്കാവുന്ന വിധത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് വേറെ സാധനങ്ങളൊന്നും യോജിപ്പിച്ചിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല, പഞ്ചസാരയും മുന്തിരിങ്ങായും മാത്രം. ആ മുന്തിരിങ്ങ എല്ലാം പിന്നെ മുന്തിരിങ്ങയുടെ ജ്യൂസെല്ലാം ഇളകി വെള്ളമാണ് ഈ കാണുന്നത്. വേണ്ട, മുന്തിരിങ്ങയുടെ ജ്യൂസെല്ലാം 21 ദിവസം കൊണ്ട് എല്ലാം ഇളകി പിന്നെ അത് വെള്ളമായിട്ട് വന്ന് ജ്യൂസായിട്ട് വന്ന് കിടക്കുകയാണ്. നമ്മൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പിന്നെ ഒരു തവിയും കൊണ്ട് ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെ അത് ഇളക്കി കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് അടച്ചു കെട്ടി വെച്ചേക്കുക. ഒന്നിടവിട്ടുള്ള ദിവസം കുറേ ദിവസങ്ങൾ അത് ഇളക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ജ്യൂസ് മാത്രമാണ്, വേറെ വെള്ളം ഒന്നും യോജിച്ചിട്ടില്ല. ഇത് നമ്മളൊരു പാത്രത്തിൻ്റെ അകത്ത് പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു പുതിയ പിന്നെ ഇതൊരു തോർത്താണിത്. പുതിയ തോർത്തിൻ്റെ അകത്തോട്ട് ഇത് കുറേശ്ശെ ഒഴിച്ച് ഇതൊഴിച്ചും വെച്ച് ഇതുപോലെ നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം. കണ്ടോ, നല്ലതായിട്ട് പിഴിഞ്ഞൊഴിക്കണം. അങ്ങനെ അത് മൊത്തം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുവാണ്. ഇത് കണ്ടോ, മൊത്തം ഒഴിച്ചു. പുതിയ തോർത്താണ്, നല്ലതായിട്ട് പുതിയ തോർത്ത് വാങ്ങിച്ച് നല്ലതായിട്ട് അലക്കി ഉണങ്ങി എടുത്തതാണ്. അതിൻ്റെ അകത്തോട്ട് നല്ലതായിട്ട് മുന്തിരിങ്ങ കേട്ടോ നല്ലതായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മൊത്തം എടുത്തു. അത് കുപ്പിക്കകത്തോ ഭരണിക്കകത്തോ നമ്മൾ ഒഴിച്ച് വെക്കണം. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല സൂപ്പറാണ്. കാരണം ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, വെള്ളമില്ല, മറ്റ് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇത് മുന്തിരിങ്ങയുടെ ജ്യൂസും മാത്രമേ ഉള്ളൂ, പഞ്ചസാരയും കൂടെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ പിള്ളേർക്കും എല്ലാം കൊടുക്കാൻ രാവിലെ എല്ലാ ദിവസവും ഒരു സ്പൂൺ വീതം കൊടുക്കുമോ, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൻ്റെ അകത്ത് ചാരിച്ച് അവർക്ക് ജ്യൂസായിട്ട് കൊടുക്കുമോ, അതെങ്ങനെയെങ്കിലും കൊടുക്കുക. അവരത് വയറിന് നല്ലതാണ്, വയറൊഴിയാനും ഒക്കെ നല്ലതാണ്, വയറ്റിന് ഒത്തിരി നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആരോഗ്യത്തിനും എല്ലാത്തിനും ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് ഇതാകുമ്പോൾ പിള്ളേർക്കും എല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, വലിയവർക്കും പിള്ളേർക്കും എല്ലാം കഴിക്കാം. ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.